ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിൽ PS പ്രശാന്ത് ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ട് എന്ന രീതിയിൽ പ്രതിയായിരിക്കുന്നു. പ്രശാന്ത് 4ാം പ്രതിയായി ഈ കേസിൽ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പ്രശാന്തിനെതിരെ തെളിവുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. വിഷ്ണു സുരേഷ് അതിന്റെ വിവരങ്ങളുമായി അല്പസമയത്തിനകം ചേരും. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. PS പ്രശാന്തിന് ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ട് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊണ്ട് തന്നെ ഈ കേസിലെ 4ാം പ്രതിയായി PS പ്രശാന്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. PS പ്രശാന്ത് മാറുകയാണ്. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ഒരു ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം ബലപ്പെടുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരും. എന്തായാലും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് അറിയാതെ, ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുള്ളവർ അറിയാതെ പല കാലഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള ഈ ഒരു സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന പല വാദങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാദങ്ങളെയൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് PS പ്രശാന്ത് 4ാം പ്രതിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ തെളിവുണ്ട് എന്നുകൂടി കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ എന്താണ് പറയുന്നത്? വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PS പ്രശാന്തിനെ ഈ കേസ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. 2025 ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് PS പ്രശാന്തിനെ പ്രതി ചേർത്തിട്ടുള്ളത്. 1ാം പ്രതി മുരാരി ബാബു, 2ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 3ാം പ്രതി പങ്കജ് ഭണ്ഡാരി, 4ാം പ്രതി PS പ്രശാന്ത്, 5ാം പ്രതി അഡ്വക്കേറ്റ് A അജികുമാർ, 6ാം പ്രതി കണ്ഠര് രാജീവര്, അതോടൊപ്പം തന്നെ 7ാം പ്രതി റെജിലാൽ തിരുവാഭരണ കമ്മീഷണറാണ്. അങ്ങനെ 7 പേരുടെ പ്രതിപട്ടികയാണ് ഇപ്പോൾ SIT നൽകിയിട്ടുള്ളത്. ഇവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന വകുപ്പ് പ്രകാരം 316(2), 316(5), 336(2), 61(2) തുടങ്ങിയ ഗുരുതരമായ BNS പ്രകാരം 2021 BNS പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ടത് 2025 സ്വർണം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട്, ദ്വാരപാലക ശില്പം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. അതിൽ പ്രകാരം പ്രശാന്തിനെ അടക്കം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിൽ ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തിരുവാഭരണ കമ്മീഷണറെയും എല്ലാം PS പ്രശാന്തിനെ അടക്കമുള്ള ആളുകളെയും പ്രതി ചേർത്തിട്ടുള്ളത്. ഗുരുതര വകുപ്പുകളൊക്കെയാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ തുടർ നടപടിയിലേക്ക് എങ്ങനെയാണ് SIT പോകുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന പ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കും എന്നാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം തന്നെ 2025 തുടങ്ങുന്നത്. കൃത്യമായ അനുമതിയില്ലാതെ 2023 ഓർഡർ പ്രകാരം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയില്ലാതെ ശബരിമലയിൽ നിന്ന് വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകരുതുണ്ട്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങാതെയാണ് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിന് വേണ്ടി 2025 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. പക്ഷേ ആ വീഴ്ച സാങ്കേതികപരമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ദേവസ്വം ബോർഡ് അന്ന് മാപ്പപേക്ഷിച്ചത് ഹൈക്കോടതിയിൽ. പക്ഷേ ഹൈക്കോടതി വളരെ കൃത്യമായി അതിൽ ഇന്റർവ്യൂ ചെയ്യുന്നു. അങ്ങനെയാണ് 1999 മുതൽ ഇങ്ങോട്ടേക്ക് ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഹൈക്കോടതി സമാഹരിക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ആദ്യം ചീഫ് വിജിലൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലാണ് ഇതിൽ ഗുരുതരമായ കൊള്ള നടന്നിട്ടുണ്ടെന്ന ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നത്. തുടർന്നാണ് ഹൈക്കോടതി തന്നെ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത്. ആ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പിന്നീട് അങ്ങോട്ട് ഗുരുതരമായ വിഷയം ഇതിലുണ്ട്. ഒരു ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ള ചെയ്യപ്പെട്ടു എന്ന കണ്ടെത്തലിലേക്ക് എത്തിയതും കേരളം വലിയ ചർച്ചയിലേക്കൊക്കെ പോയത് നമ്മൾ കണ്ടതാണ്. അതിന്റെ തുടർച്ചയായാണ് അതോടൊപ്പം തന്നെ ആ ശബരിമല സ്വർണ്ണക്കൊള്ള 2019 ശബരിമല സ്വർണ്ണക്കൊള്ളക്കൊപ്പം തന്നെ 2025 ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശം നൽകി. അതിൽ പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ അന്നത്തെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കൂടി ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത്. പ്രശാന്തിനെതിരെ അടക്കം ക്രിമിനൽ കോൺസ്പിറസി നിലനിൽക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് കൃത്യമായ എല്ലാ ഗൂഢാലോചന, അതായത് ഈ ചെമ്പുപാളി എന്ന് എഴുതിയതും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളും ഈ അനുമതി അടക്കം വാങ്ങാതിരുന്നതും ഒക്കെ ഗുരുതരമായ വീഴ്ചയാണ്. ഒരു ഘട്ടത്തിൽ കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത് 2019 ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മറക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും ഒടുവിലുണ്ടായ ബോർഡ് അതാണ് PS പ്രശാന്ത്
പ്രസിഡന്റായിരുന്ന സമയത്ത് സംഭവിച്ചത്. ആ സമയത്തുണ്ടായ ക്രമക്കേടെന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ, ഹൈക്കോടതിയോട് ചോദിക്കാതെ ഈ രീതിയിൽ അവിടുന്ന് പാളികൾ മാറ്റി എന്നുള്ളതാണ്. അത് ഇപ്പം വിഷ്ണു പറഞ്ഞതുപോലെ സാങ്കേതികമായി സംഭവിച്ചൊരു പിഴവാണ് എന്നതിനപ്പുറത്തേക്ക് അതല്ല എന്ന് കോടതി കൃത്യമായി പറയുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കോൺസ്പിറസി, അത് ഏത് രീതിയിലാണ് പ്രശാന്തിന് കുരുക്കായി വരുന്നത്, അതെങ്ങനെയാണ് ഈ കോൺസ്പിറസിയിൽ പ്രശാന്ത് ഉൾപ്പെട്ടത്, അത് സംബന്ധിച്ച വിവരങ്ങൾ എപ്പോഴായിരിക്കും പുറത്തേക്ക് വരിക? SIT അത് കൃത്യമായി എന്തുകൊണ്ട് പറയുന്നു? ഇത്തരത്തിൽ പങ്കജ് ഭണ്ഡാരിയും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമൊക്കെയായി PS പ്രശാന്ത് എങ്ങനെയാണ് ഈ കോൺസ്പിറസി നടത്തിയത് എന്നത് സംബന്ധിച്ച സൂചനകളുണ്ടോ? അത്തരം വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ മാത്രമാണ് വ്യക്തമാകുക. പക്ഷേ നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ ഇടക്കാല ഉത്തരവുകളിലൊക്കെ 2019 ഒരു സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട്. ആ 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണ് 2025 വീണ്ടും ചെന്നൈയിലേക്ക് ഇത്തരത്തിൽ ഈ സ്വർണം കൊണ്ടുപോയതെന്നും അത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നത് എന്തൊക്കെയോ മറച്ചുവെക്കാനാണ് എന്നൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ SITയുടെ കണ്ടെത്തൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.